നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പത്തനംതിട്ട പട്ടാഴിമുക്കിലെ അപകടത്തിൽ ദുരൂഹത. അമിത വേഗതയിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റിയതെന്ന് സംശയം. മരിച്ചത് അധ്യാപികയും സുഹൃത്തും. കൊമ്പന്മാരെ പേടിച്ച ഇടുക്കി. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഇരുമ്പുപാലത്ത് കാട്ടുപോത്തും ഇറങ്ങി. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ദേവാലയങ്ങൾ സന്ദർശിച്ച സ്ഥാനാർത്ഥികളും. കടുത്ത ചൂടിൽ വലഞ്ഞ് പാലക്കാട്. ഭാരതപ്പുഴയിലും ജലനിരപ്പ് താഴ്ന്നു. കാർഷിക മേഖലയും കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക. ചുട്ടുപൊള്ളുന്ന വേനലിലും ജലസമൃദ്ധമായി പാമ്പാർ. തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിനെ ആശ്രയിക്കുന്നത് ആയിരങ്ങൾ. പാലക്കാട് കടുത്ത ചൂടാണ്. 2 ദിവസങ്ങളായി താപനില 40 ഡിഗ്രിയോടടുത്താണ്. കാർഷിക മേഖലയും കുടിവെള്ള പദ്ധതികളും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയുടെയും മൃഗങ്ങളുടെയും സംരക്ഷണം അനിവാര്യമാണെന്നും വിദഗ്ധർ പറയും. ഇടുക്കിയിൽ വന്യമൃഗശല്യത്തിന് അറുതിയില്ല. വീണ്ടും കാട്ടാനയായ ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായിരിക്കുന്നു. ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപമാണ് ചക്കക്കൊമ്പൻ ഷെഡ് ആക്രമിച്ചത്. സമീപവാസികൾ ബഹളം വെച്ച് ആനയെ തുരത്തുകയായിരുന്നു. അതിനിടെ ഇടുക്കി ഇരുമ്പുപാലം പടിക്കപ്പിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുമിറങ്ങി. വാഹനയാത്രികരാണ് റോഡിൽ കാട്ടുപോത്തിനെ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എപ്പോഴും ഇപ്പോൾ ഇടുക്കിയുടെ ദുരവസ്ഥ നമ്മൾ വാർത്തയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒപ്പം കാട്ടുപോത്തും ഇറങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ആൾതാമസമില്ലാത്ത ഷെഡിലാണ് ചക്കക്കൊമ്പൻ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടത്തിയത്. 301 കോളനിക്ക് സമീപത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് 301 കോളനിയിൽ ഒരു വീടിന് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സിംഗ് കണ്ടത്ത് ഒരു വീടിന് നേരെ ആക്രമണം നടത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെയും ആക്രമണം നടത്തി. ചക്കക്കൊമ്പന്റെ സാന്നിധ്യം സ്ഥിരമായ ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. കാരണം ചക്കക്കൊമ്പൻ കൂടുതൽ അക്രമകാരിയാണ്. പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വാഹനങ്ങളൊക്കെ തടയുകയും കൃഷിക്ക് നാശം വരുത്തുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും വലിയ അപകടകാരിയല്ല എന്നാണ് വിലയിരുത്തൽ. ആളുകൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ പടയപ്പ മുൻപ് നടത്തിയിട്ടില്ല. പക്ഷേ ചക്കക്കൊമ്പൻ അങ്ങനെയല്ല. പലതവണയും ആളുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ആളുകൾ പ്രദേശവാസികൾ മരണപ്പെട്ട സാഹചര്യങ്ങളും ഒക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കക്കൊമ്പൻ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ചും ചിന്നക്കനാലിനോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലിലെ സിംഗകണ്ഠം 301 BL ഡാം മേഖലകളിൽ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ ചക്കക്കൊമ്പൻ എത്തുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഈ മേഖലയിലെല്ലാം ചക്കക്കൊമ്പൻ രാത്രിയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ സാഹചര്യത്തിൽ കൂടുതൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഇതുതന്നെയാണ് ഇരുമ്പുപാലത്തിന് സമീപം പടിക്കപ്പിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപോത്ത് ഇറങ്ങുകയുണ്ടായി. വാഹനയാത്രക്കാരാണ് കാട്ടുപോത്തിനെ കണ്ടത്. റോഡിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് സമീപത്തെ കൃഷിയിടത്തിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങി പോവുകയായിരുന്നു. എന്നാലും ഏതാനും ദിവസങ്ങളായി എല്ലാ ദിവസവും തന്നെ രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലോട് ചേർന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. അശ്വതി, ശരി, അതാണ്. എന്തായാലും വലിയ ഭീതിയിലാണ് ഇടുക്കിയിലെ പ്രദേശവാസികൾ. കാട്ടാനയും കാട്ടുപോത്തും ദിവസവും അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ആത്മഹത്യയെന്ന സൂചന.
അമിത വേഗതയിൽ വന്ന കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതായാണ് സംശയം. അപകടത്തിൽ അധ്യാപികയായ അനൂജ, സുഹൃത്ത് ഹാഷിം എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഒരു അപകടം എന്ന രീതിയിലായിരുന്നു ഇതിനെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അശ്വതി, ഇന്നലെ രാത്രി 12 മണിക്കാണ് പട്ടാഴിമുക്കില് ഇത്തരത്തിലൊരു വാഹനമോടെ ഉണ്ടാകുന്നത്. നൂറനാട് സ്വദേശിയും അധ്യാപികയുമായ അനുജയുടെ സുഹൃത്ത് ഹാഷിം എന്നവരാണ് മരിച്ചത്. അനുജ അധ്യാപകരുടെ കൂടെ, അവരുടെ സഹപ്രവർത്തകരുടെ അധ്യാപകരുടെ കൂടെ തിരുവനന്തപുരത്ത് വിനോദയാത്രയ്ക്ക് പോലീസ് തിരിച്ചു വരുന്ന സമയത്ത് ഏനാത്ത് വെച്ചാണ് സുഹൃത്തായ ഹാഷിം വാഹനത്തിൽ വരികയും കാറിൽ വരികയും അനുജയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവുകയും രണ്ടുപേരും തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു ലോറി എതിരെ വന്ന ലോറിയിൽ കൊണ്ട് കാർ ഇടിച്ചു കയറ്റിയതായിട്ടാണ് പോലീസിന് സംശയമുണ്ടായത്. അതിപ്പോൾ ബലപ്പെടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം അനുജ നേരത്തെയും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അത് അധ്യാപകരോട് പറഞ്ഞിരുന്നതായും ഇപ്പം അധ്യാപകർക്ക് സഹപ്രവർത്തകരായ അധ്യാപകർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കുട്ടി ഒരു ആത്മഹത്യ എന്ന നിലയ്ക്കാണ് പോലീസ് സംശയിക്കുന്നത്. അനുജയും അതുപോലെ തന്നെ ഹാഷിമും കഴിഞ്ഞ 4 വർഷമായി സൗഹൃദത്തിലായിരുന്നു. അവർ പരസ്പരം അറിയുന്നവരായിരുന്നു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവർ അധ്യാപകരോട് തിരിച്ചു വരുമ്പോൾ തന്നെ ഏനാത്ത് വെച്ച് അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ തന്നെ ഹാഷിം മദ്യപിച്ചിരുന്നതായിട്ടാണ് അറിയുന്നത്. ഈ വാഹനത്തിന് ക്രോസ് കാർ കൊണ്ട് നിർത്തിയാണ് അനുജയെ ഈ വാഹനത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അധ്യാപകർക്ക് സംശയമുണ്ടായിരുന്നു. അധ്യാപകർ ചോദിച്ചു, വീട്ടിൽ വിളിച്ച് പറയണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് അറിയുന്ന ആളാണ്, എന്റെ ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇവർ കാറിൽ യാത്ര തിരിക്കുകയും തുടർന്ന് അമിത വേഗത്തിൽ പോവുകയും ഈ കണ്ടെയ്നർ ലോറിയുടെ എതിർ ദൃശ്യം എന്ന വണ്ടിയിൽ കൊണ്ടിടിച്ച് കയറ്റുകയും ചെയ്തു. എന്തായാലും ആ അപകടത്തിന്റെ ദൃശ്യങ്ങളും ഈ അപകട കാരണങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് പോലീസ്. ഇത്തരത്തിൽ കരുതിക്കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഹാഷിം കായംകുളം ചാരിമൂട് സ്വദേശിയാണ്. രണ്ടുപേരും സമീപത്താണ്, അടുത്തടുത്ത് താമസിക്കുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളാണ്. അനുജ പന്തളം തുമ്പവൺ ഹൈസ്കൂളിലെ അധ്യാപക കൂടിയാണ്. ഇത്തരത്തിൽ രണ്ടുപേരും സൗഹൃദത്തിലായിരുന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് ഇത് ആത്മഹത്യയാണ്, കരുതിക്കുട്ടിയുടെ ആത്മഹത്യ എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അശ്വതി, ശരി. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി കുറച്ച് കാർഷിക വാർത്തകളിലേക്ക് പോകാം. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അടുക്കളത്തോട്ടത്തിൽ വിളയിച്ചെടുക്കുകയാണ് മലപ്പുറം സ്വദേശി അബ്ദുള്ള മാളിയേക്കൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയത്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളുമുണ്ട് അബ്ദുള്ളയുടെ തോട്ടത്തിൽ. ദിനവും കൃത്യമായ പരിചരണം നൽകിയാണ് നട്ടുവളർത്തുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പരിശ്രമിച്ചാൽ ഏത് കൃഷിയിലും വിജയം കൊയ്യാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ആലങ്കോട് കൃഷിഭവനിൽ നിന്നും മികച്ച പിന്തുണ കിട്ടുന്നുണ്ട്. ഞാൻ പല വിധത്തിലുള്ള കൃഷികളും ചെയ്യുന്നുണ്ട്. നാളികേരം, അതുപോലെ തന്നെ അടക്ക, നേന്ത്രവാഴ, മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ തന്നെ ഇപ്പോൾ പച്ചക്കറിയിൽ എല്ലാവിധ പച്ചക്കറികളും എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറി കൃഷികളും ഞാനിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പയർ, അതുപോലെ തന്നെ കയ്പക്ക, വെണ്ട, പച്ചമുളക്, കുമ്പളങ്ങ, പല ടൈപ്പിലുള്ള വഴുതനങ്ങ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതിനു ശേഷമാണ് അബ്ദുള്ള കൃഷിയിലേക്ക് ഇറങ്ങിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ക്യാബേജ് കൃഷിയിലും വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. ന്യൂസ് 18 തിരൂർ. പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടവുമായി കാസർഗോഡ് ചെറുവത്തൂർ പൊന്മാലത്തെ കുടുംബശ്രീ പ്രവർത്തകർ. പാട്ടത്തിനെടുത്ത 1 ഏക്കർ ഭൂമിയിലാണ് ഇവരുടെ കൃഷി. തണൽ, ഐശ്വര്യ, ഒരുമ, ഹരിത എന്നീ JLG അംഗങ്ങളാണ് കാസർഗോഡ് പൊന്മാലം അമിഞ്ഞിക്കോട് മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. പയർ, ചീര, വെണ്ട, മധുരക്കിഴങ്ങ് എന്നിവയാണ് കൃഷി ചെയ്തത്. 1 ഏക്കറിൽ 35 സെന്റിലാണ് പയർ കൃഷി. 1 മാസം കൊണ്ട് മികച്ച വിളവാണ് പയർ കൃഷിയിൽ നിന്നും ലഭിച്ചത്. ചീരയും വിളവെടുത്തു തുടങ്ങി. 4 ഗ്രൂപ്പുകളിലായി 21 അംഗങ്ങളുണ്ടെങ്കിലും ഇതിൽ 10 പേരാണ് കൃഷിക്കായി മുന്നിട്ടിറങ്ങിയത്. മികച്ച ഇനം വിത്തുകളും കൃത്യമായ ജലസേചനവും പരിപാലനവും കൂടിയായതോടെ കൃഷിയിൽ നിന്നും മികച്ച ആദായം ലഭിക്കുന്നുണ്ട്. കുടുംബശ്രീ കണി പദ്ധതിയുടെ 8ാം വാർഡിലെ മാതൃകാത്തോട്ടം കൂടിയാണ് ഇത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത് 8ാം വാർഡിന്റെ മോഡൽ പ്ലോട്ടാണ്. ഇതിൽ 4 JLGകളാണ് പ്രധാനമായിട്ടും കൃഷി ഇറക്കിയിട്ടുള്ളത്. വെണ്ട, അതുപോലെ തന്നെ ചീര, പയർ, കിഴങ്ങ്, ഇങ്ങനെയുള്ള 4 ഐറ്റംസാണ് ഇവർക്ക് കൃഷി ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്.
എല്ലാം തന്നെ നമ്മുടെ ഹൈബ്രിഡ് വിത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ വാർഡുകളിലും നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു നല്ല രീതിയിലൊരു മോഡൽ പ്ലോട്ടിന് ഒരുക്കിയിട്ടുള്ളത്. പ്രസിഡന്റിന്റെ ഒരു നല്ല സപ്പോർട്ടും ഭരണസമിതിയുടെ സപ്പോർട്ടും കൊണ്ട് തന്നെ കുടുംബശ്രീക്ക് നല്ല രീതിയിൽ ഈ വർഷത്തെ കൃഷി ഇറക്കാനും നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നടത്താനും സാധിച്ചിട്ടുണ്ട്. വിഷരഹിതമായ നാടൻ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് പച്ചക്കറി വാങ്ങാനായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. ചുട്ടുപൊള്ളുന്ന വേനലിലും ജലസമൃദ്ധമാണ് ഇടുക്കിയിലെ പാമ്പാറ്. ഉത്ഭവസ്ഥാനം മുതൽ അമരാവതി അണക്കെട്ടിൽ ചേരും വരെ ഇരുകരകളിലുമുള്ളവർ പാമ്പാറിനെ ആശ്രയിക്കുന്നു. തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിലെ വെള്ളത്തിന് നട്ടുച്ച നേരത്തും കുളിരാണ്. മലനിരകൾ തിങ്ങിയ തലയാർ 8-ാം മൈലിൽ നിന്നാണ് പാമ്പാർ ഒഴുകിയിറങ്ങുന്നത്. കാപ്പി സ്റ്റോറും പള്ളനാടും ആനക്കാൽപ്പെട്ടിയും നാച്ചിവയലും കോവിൽക്കടവും മറയൂരും മേലാടിയുമൊക്കെ പിന്നിട്ട് ചിന്നാർ വഴി പാമ്പാർ അമരാവതി അണക്കെട്ടിൽ ചേരുന്നു. ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും ജലസമൃദ്ധമാണ് പാമ്പാർ. நான் எங்கள் தாத்தா காலத்தில் இங்கே பாம்பன்மலைக்கு குடி வந்தவங்க. இந்த ஆறு பாம்பாறு 8ஆம் மைல் கேப்பில் வாகவர டாப்பு 8ஆம் மைல் கேப்பில் உற்பத்தி ஆகிற நதி கிளை நதிகளாகி பாம்பாராக ஆகுது. பாம்பாறு வந்து காபி ஸ்டோரு, நாச்சிவயல், பள்ளநாடு, கோயில்கடவு, மேலாடி, மறையூர் இந்த பகுதிகளுக்கு குடி தண்ணீரும் விவசாயத்துக்கும் இந்த ஆறு தான். പോകും വഴി നയന മനോഹര കാഴ്ച നൽകുന്ന തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിന്റെ സംഭാവനയാണ്. ഉത്ഭവസ്ഥാനം മുതൽ അമരാവതി അണക്കെട്ടിൽ ചേരും വരെ ഇരുകരകളിലുമുള്ളവർക്ക് നനവേകിയാണ് പാമ്പാർ ഒഴുകുന്നത്. കൃഷിക്കായുള്ള ജലസേചനത്തിനുൾപ്പെടെ എത്രയോ ആളുകൾ പാമ്പാറിനെ ആശ്രയിക്കുന്നു. തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിലെ വെള്ളത്തിന് നട്ടുച്ച നേരത്തും കുളിരാണ്. കൊടും വേനലും ചൂടും ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പുഴകളുടെയും ഒഴുക്ക് കവർന്നപ്പോൾ വേനൽ വറുതിയെ വകവയ്ക്കാതെ ജലസമൃദ്ധമായി അങ്ങനെ ഒഴുകുകയാണ് പാമ്പാർ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം അരശുമൂട് കുഴിവിള റോഡിന്റെ മോശം അവസ്ഥയിൽ പ്രതിഷേധം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഗതാഗതം ദുഷ്കരമാണ്. സീവേജ് പദ്ധതിക്കായാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. മേഖലയിൽ അപകടങ്ങളും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുന്നു. മലയാറ്റൂരിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കണ്ണൂർ ചപ്പാരപ്പടവ് അമ്മംകുളത്ത് NDA സ്ഥാനാർത്ഥി C രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡ് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബോർഡ് വലിച്ചുകീറി നശിപ്പിച്ചത്. പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പോലീസിൽ പരാതി നൽകുമെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശമായ പടപ്പേങ്ങാട് UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പ്രചരണ പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചിരുന്നു. നിപ്പ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കളെ കാണാൻ KK ശൈലജ ടീച്ചർ എത്തി. വടകരയിൽ ലിനിയുടെ ഭർത്താവ് സജീഷ് താമസിക്കുന്ന വീട്ടിലെത്തിയ ടീച്ചർ മക്കളോടും സജീഷിനോടും സുഖവിവരം തേടിയ ശേഷമാണ് ഇന്നത്തെ പ്രചാരണം തുടങ്ങിയത്. നിപ്പ ഭീതി പടർന്ന കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ സാന്നിധ്യം കുടുംബത്തിന് താങ്ങായി മാറിയിരുന്നു. ലിനിയുടെ മരണശേഷവും കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാറുള്ള ടീച്ചർ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലും വടകരയിൽ ഇവർ താമസിക്കുന്ന വീട്ടിൽ എത്തുകയായിരുന്നു.
വളരെ സന്തോഷമായിട്ടുണ്ട്. മക്കളുടെ കൂടെ നിധിയെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിന് വലിയ വേദനയാണ്. ഞങ്ങൾക്കന്ന് നിധിയെ നേരിടുന്ന സമയത്ത് ഏറ്റവും മനസ്സിന് പ്രയാസമുണ്ടായിട്ടുള്ളൊരു കാര്യം നിധിയുടെ വേർപാടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ അത് നിധിയാണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പാണ് എനിക്ക് ആദ്യത്തെ കേസിൽ നിന്ന് വൈറസ് പടർന്നത് എന്ന് നമുക്കറിയാം. മനസ്സിലായിരുന്നെങ്കിൽ നിപ്പ വൈറസിന് ആവശ്യമായ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് മാത്രമേ പേഷ്യന്റിന്റെ അടുത്ത് ചെല്ലുമായിരുന്നു. ടീച്ചറുടെ സന്ദർശനത്തിൽ കുട്ടികൾക്കും വലിയ സന്തോഷമായിരുന്നു. ടീച്ചർ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കുറെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല, ഞങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ പുതിയ വീട് എടുത്താണ്. ഇവിടെ ടീച്ചർ ആദ്യമായിട്ട് വന്നു. കുറെ കാലമായി കണ്ടിട്ട്, 1 കൊല്ലത്തിന്റെ മേലെ ടീച്ചറെ കണ്ടിട്ട്. സന്തോഷമുണ്ട് ടീച്ചർ വന്നതിൽ. സജീഷും കുടുംബവും ചേർന്നാണ് ശൈല ടീച്ചറെ സ്വീകരിച്ചത്. തുടർന്ന് വടകര നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ ശൈല ടീച്ചർ സജീവമായി. തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് CPM-ഉം BJP-യും ശ്രമിക്കുന്നതെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. മുസ്ലിം വിഭാഗത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റി വോട്ട് തട്ടാനുള്ള CPM-ന്റെ ശ്രമം പാഴ്വേലയാണെന്നും ഉണ്ണിത്താൻ ന്യൂസ് 8-നോട് പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് MP-യാണ് ഇപ്പോൾ ന്യൂസ് 8-നോടൊപ്പം ചേരുന്നത്. എന്തായാലും 5 വർഷക്കാലം കാസർഗോഡ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം LDF സർക്കാരിനെതിരായുള്ള ജനവികാരം, ഇതെല്ലാം മുതലാക്കി കാസർഗോഡ് ജില്ല വീണ്ടും, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം വീണ്ടും നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. MP എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഇപ്പോൾ? ഞാൻ 100% പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ്. കാരണം 2019 ഈ നാട്ടിലെ ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 5 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ഞാൻ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ മണിപ്പൂരിൽ കുക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയപ്പോൾ ആ വംശീയ ഹത്യക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച് ഞാൻ 24 മണിക്കൂർ ഉപവാസം നടത്തി. മാത്രമല്ല, പൗരത്വ നിയമം പാർലമെന്റിൽ ആ ബില്ല് വലിച്ചു കയറി എറിഞ്ഞതിൻ്റെ പേരിൽ സസ്പെൻഷൻ അടിച്ചു വാങ്ങിച്ചു. ഏകീകൃതമായ സിവിൽ കോഡിനെതിരെ ഞാൻ 24 മണിക്കൂർ സമരം നടത്തി. അംഗൻവാടി ടീച്ചേഴ്സിനെ, അതുപോലെ തന്നെ ആശാ വർക്കർമാരെ, കുടുംബശ്രീയുടെ ആളുകളെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റണമെന്ന് വാദിച്ചു. ഖാദി തൊഴിലാളികൾക്ക് വേണ്ടി പ്രമേയം കൊണ്ടുവന്നു. എൻഡോസൾഫാന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കാസർഗോഡിൻ്റെ സ്വപ്നമാണ് ഒരു എയിംസ് വരിക. ആ എയിംസ് കൊണ്ടുവരാൻ അതിശക്തമായി പോരാട്ടം തുടരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് അനുവദിച്ച മുഴുവൻ ഫണ്ടും കാസർഗോഡിന് വേണ്ടി ചെലവാക്കി. അതുകൂടാതെ 696 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ച് ഈ മണ്ഡലത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. റെയിൽവേയുടെ കാര്യത്തിൽ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറയുമ്പോഴാണ് ഈ LDF കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങളാണ് മുന്നിലുള്ളതെന്ന് പറയുന്നു. കോൺഗ്രസ് ഈ കാര്യത്തിൽ പിറകിലോട്ട് പോകുന്നെന്നും പറയുന്നു. അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് വോട്ട് ഇവിടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ നമുക്കങ്ങനെ പുറകോട്ട് പോകാനുള്ള ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും ഒരു മുസ്ലിമിലോട്ടും പുറകോട്ട് പോവില്ല. പാർലമെന്റിനകത്തും പുറത്തും ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടെങ്കിലല്ല ഇവരുടെ ഈ പ്രചരണത്തിൽ വീഴുള്ളൂ. ഞങ്ങൾ മെനഞ്ഞാൽ നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ ഏതാണ്ട് 50,000-ഓളം ആളുകൾ പങ്കെടുത്ത ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഞങ്ങൾ നടത്തിയ നൈറ്റ് മാർച്ച് 3 പേര് പങ്കെടുത്തു. വടകര ഷാഫി, K. സുധാകരൻ, ഞാൻ. അത് നിങ്ങൾ കാണണം. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. മെനഞ്ഞാന്ന് തൃക്കരിപ്പൂർ UDF കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. അതിൻ്റെ ചിത്രം ഇന്ന് പത്രത്തിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അവിടെയും ആളുകൾ പങ്കെടുത്തു. എല്ലാ തരത്തിലും ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അവരുടെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ലോ, ഭരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലോ. 15 ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് പറയുന്നുണ്ടോ? വിലക്കയറ്റം, ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുക, അതിനെക്കുറിച്ച് പറയുന്നില്ലോ. അവർക്ക് അവരെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാനാണ് കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിക്കുന്നത്. അവരും അത് തന്നെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും മുസ്ലിം വിഭാഗത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റി 10 വോട്ട് കിട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് പാഴ്വേലയാണ്.
നടക്കില്ല. അതോടൊപ്പം തന്നെ ഈ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. സ്കൂളിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ മാതൃകയാവുകയാണ് കൊച്ചിയിലെ ഒരു 8ാം ക്ലാസ്സുകാരി. വിദ്യോദയ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആഷിന ബിനോയാണ് കൃത്യനിഷ്ഠ കൊണ്ട് അധ്യാപകരുടെ പ്രശംസയ്ക്ക് പാത്രമായത്. ഇത് കൊച്ചി തേവക്കൽ സ്വദേശിനി ആഷിന ബിനോയ് എന്ന 8ാം ക്ലാസ്സുകാരി. LKG മുതൽ 8ാം ക്ലാസ് വരെ ഒരു ദിവസം പോലും ആഷിന അവധിയെടുത്തിട്ടില്ല. LKG UKG ക്ലാസ്സിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതിരുന്നപ്പോൾ ആഷിന എല്ലാവരുടെയും അഭിനന്ദനങ്ങൾക്ക് പാത്രമായി. അനുമോദനങ്ങൾ ആ പതിവ് തുടരാൻ പ്രചോദനമായി. ഇത് LKG UKGയിൽ പോയപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് അതിന് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഇത് ഓബിയസ്ലി കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ടുണ്ടായി. ആഷിനയുടെ താല്പര്യം യാഥാർത്ഥ്യമാക്കാൻ ബിസിനസ് രംഗത്തുള്ള രക്ഷിതാക്കളായ ബിനോയ് ജോസഫും തെരേസ ഡാലിയും അല്പം പ്രയാസം സഹിക്കേണ്ടിയും വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പല പല കാരണങ്ങൾ ഫാമിലിയിലൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങളതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മോളെ ഒരു തരത്തിലും ആബ്സെൻ്റ് വരാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് വൈഫാണ്. അധ്യാപകരിൽ നിന്നും ആഷിനയ്ക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ട്. Ashina Binoy of Standard 8 of our school is one such student who has been securing 100% attendance since LKG. School is indeed proud of her achievement and pray that she is always blessed with good health and happiness. നഴ്സറി തുടങ്ങി 8ാം ക്ലാസ് വരെ പതിവായി എല്ലാ വർഷവും 100% അറ്റൻഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ആഷ്ന എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. പഠനം പൂർത്തിയാകുമ്പോൾ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭകയാകാനാണ് ഈ കൊച്ചുമിടുക്കി ആഗ്രഹിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ ചരിത്രത്തിൽ ആദ്യമായി 1.5 ലക്ഷം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. 1040 രൂപയാണ് പവൻ ഇന്ന് കൂടിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6300 രൂപ, പവൻ 50400 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5260 രൂപ, പവന് 42,080 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.